ഒരു അത്ഭുത നാമമാണ് വിഷ്ണു സഹസ്രനാമം. കാരണം ഇത് ജപിക്കുന്നവർക്ക് ഒരിക്കലും ദുരിതങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടേണ്ടി വരത്തില്ല. ഒരുപാട് ജീവിതത്തിൽ ഉയർച്ച നൽകുന്ന ഒരു മന്ത്രമാണ് വിഷ്ണു സഹസ്രനാമം. സഹസ്രനാമം എന്ന് പറയുമ്പോൾ ഒരു നാമമല്ല, 1000 നാമമാണ് നമ്മൾ ഒരു സമയം തന്നെ ചൊല്ലുന്നത്. സ്ഥിരമായിട്ട് വിഷ്ണു സഹസ്രനാമം ചൊല്ലി ശീലിച്ചു കഴിഞ്ഞാൽ ഒരു 20-30 മിനിറ്റിനുള്ളിൽ നമുക്കത് ചൊല്ലി തീർക്കാൻ കഴിയുന്നതാണ്. എത്ര സമയമില്ലെങ്കിലും ദിവസവും അരമണിക്കൂർ നമുക്ക് ഭഗവാന് വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ കഴിയുമെങ്കിൽ ആ ഒരു ദിവസം മുഴുവൻ ഭഗവാൻ ഒരുപാട് നന്മകൾ നമുക്കും തരുന്നതായിരിക്കും. വിഷ്ണു സഹസ്രനാമം അതിരാവിലെ ചൊല്ലുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് ബ്രഹ്മമുഹൂർത്തത്തിൽ ചൊല്ലുന്നതാണ് നല്ലത്. അതായത് ഒരു 4:30-6 മണിക്ക് ഇടയ്ക്ക് വിളക്ക് കത്തിച്ച് കുളിച്ച് ശുദ്ധിയായിട്ട് ചൊല്ലുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ വൈകുന്നേരം വിളക്ക് കത്തിക്കുന്ന സമയത്ത് ചൊല്ലിയാലും മതി. നോൺ വെജൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇങ്ങനത്തെ സഹസ്രനാമങ്ങൾ, അതായത് വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം, ഇതൊക്കെ ചൊല്ലുമ്പോൾ തെറ്റുകൾ വരുത്താതിരിക്കാൻ ശ്രമിക്കുക. ഉച്ചരിക്കുന്നത് കറക്റ്റായിട്ട് ഉച്ചരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ വിഷ്ണു സഹസ്രനാമം എന്ന് സെർച്ച് ചെയ്താൽ ഫുൾ ഓഡിയോ കിട്ടുന്നതാണ്. അപ്പോൾ ആ ഓഡിയോ ചൊല്ലുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് പുസ്തകം വായിച്ച് ചൊല്ലാവുന്നതാണ്. ഒരാൾക്ക് ഭക്തി ഉണ്ടാകുന്നത് ദൈവത്തിലുള്ള സമ്പൂർണ്ണ വിശ്വാസത്തിൽ നിന്നാണ്. വിശ്വാസം നമ്മളെ പല കാര്യങ്ങളിൽ നിന്നും രക്ഷിക്കും. നമുക്ക് ഡിപ്രഷനും വിഷമവും ആദിയും വ്യാധിയും ഒന്നും ഉണ്ടാവാതിരിക്കാൻ വിശ്വാസം നമ്മളെ രക്ഷിക്കും. അതുകൊണ്ട് തന്നെ പരമശക്തിയായ മഹാവിഷ്ണുവിനെ ആരാധിക്കുകയും നാമജപം ചെയ്യുകയും ചെയ്യുന്നത് വഴി അത്ഭുതകരമായ ഫലങ്ങൾ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. മഹാവിഷ്ണുവിൻ്റെ സഹസ്രനാമം ചൊല്ലുന്നത് നന്മയും ആനന്ദവും സമാധാനവും ഒപ്പം ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കാനും കാരണമാകും. ദിവസവും വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് പഠനത്തിൽ ദുർബലരായ കുട്ടികൾക്ക് ഓർമ്മശക്തിയും ഏകാഗ്രതയൊക്കെ മെച്ചപ്പെടുത്താൻ സഹായിക്കും. അതുപോലെ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെയുള്ള വീട്ടുകാരാണെങ്കിൽ ഉറപ്പായിട്ടും എല്ലാ അംഗങ്ങളും സഹസ്രനാമം ചൊല്ലുന്നത് ശീലമാക്കുക. ചിലർക്ക് ഉറക്കത്തിൽ ദുസ്വപ്നങ്ങൾ കാണുക, ഉറക്കമില്ലായ്മ, അല്ലെങ്കിൽ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവുക, ഇടയ്ക്കിടയ്ക്ക് ഞെട്ടി ഉണരുക, ഇങ്ങനെയൊക്കെ ഉള്ളവർക്കും രാത്രിയിൽ സഹസ്രനാമം ചൊല്ലുന്നത് ഏറ്റവും നല്ലതാണ്. ശുദ്ധിയായിട്ടുള്ള ഏത് വസ്ത്രം ധരിച്ചും നമുക്ക് സ്തോത്രം ചൊല്ലാമെങ്കിലും മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിച്ചാൽ ഇതിൻ്റെ എഫക്റ്റ് കൂടുതലാണെന്ന് പറയുന്നുണ്ട്. കാരണം ഭഗവാന്റെ മഹാവിഷ്ണുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നിറമാണ് മഞ്ഞ നിറം. വിഷ്ണു സഹസ്രനാമത്തിൻ്റെ പുസ്തകം നമുക്ക് ആമസോണിലോ അല്ലെങ്കിൽ ബുക്ക് സ്റ്റോറിലൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം കൂടിയൊക്കെ ഉള്ള ബുക്ക് വാങ്ങിക്കുവാണെങ്കിൽ നല്ലത്. സാധാരണ നമുക്ക് ആ വാക്കുകൾ വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നതാണ് കേട്ടോ. സഹസ്രനാമം ചൊല്ലുമ്പോൾ തറയിൽ പാവിരിച്ചിരുന്ന് ചൊല്ലുന്നതാണ് നല്ലത്. വയ്യാത്തവർക്ക് കസേരയിൽ ഇരുന്ന് ചൊല്ലാം. പൂർണ്ണ ഭക്തിയോടെ വിഷ്ണുവിനെ ഭജിക്കുന്ന, വിഷ്ണുവിൻ്റെ 1000 നാമങ്ങൾ പറഞ്ഞ് ശീലിച്ച് കഴിഞ്ഞാൽ ഒരുപാട് നന്മകൾ നമ്മുടെ ലൈഫിലേക്ക് വരുന്നതാണ്. ഒരുപാട് ദുരിതങ്ങൾ മാറിക്കിട്ടും, സാമ്പത്തിക പ്രയാസങ്ങൾ മാറിക്കിട്ടും. പഠനത്തിൽ പിറകിലേക്ക് പോയ കുട്ടികൾക്ക് പഠനത്തിൽ ഉയർച്ച ലഭിക്കാനൊക്കെ വിഷ്ണു സഹസ്രനാമം ഹെൽപ്പ് ചെയ്യും. പല സഹസ്രനാമങ്ങളുണ്ടെങ്കിലും കുട്ടികൾക്ക് ചൊല്ലാൻ പറ്റുന്ന സഹസ്രനാമം വിഷ്ണു സഹസ്രനാമമാണ്. വിഷ്ണു സഹസ്രനാമത്തെക്കുറിച്ച് നിങ്ങൾക്ക് സംശയങ്ങളോ നിങ്ങൾ ചൊല്ലുന്നുണ്ടെങ്കിലോ എന്താണെങ്കിൽ തന്നെയും അത് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. നന്ദി.